ശാന്തി 30/8/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ജ്ഞാനത്തെ ബുദ്ധിയിൽ ധാരണ ചെയ്ത് പരസ്പരം ഒത്തുചേർന്ന് ക്ലാസ് നടത്തൂ. തൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്ത് സത്യമായ സമ്പാദ്യം ചെയ്തുകൊണ്ടിരിക്കൂ. ചോദ്യം: കുട്ടികളായ നിങ്ങളിൽ ഏതൊരു അഹങ്കാരം ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്? ഉത്തരം: പല കുട്ടികളിലും അഹങ്കാരം വരുന്നു. ഈ ചെറിയ ചെറിയ പെൺകുട്ടികൾ നമ്മെ എന്തു മനസ്സിലാക്കിക്കുവാനാണ്? മുതിർന്ന സഹോദരി പോയെങ്കിൽ പിണങ്ങി ക്ലാസ്സിൽ വരുന്നത് നിർത്തുന്നു. ഇത് മായയുടെ വിഘ്നമാണ്. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ കേൾപ്പിക്കുന്ന ടീച്ചറിൻ്റെ നാമരൂപത്തെ നോക്കാതെ ബാബയുടെ ഓർമ്മയിലിരുന്ന് മുരളി കേൾക്കൂ. അഹങ്കാരത്തിൽ വരാതിരിക്കൂ. ഓം ശാന്തി. ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ പിതാവ് എന്ന് പറയുമ്പോൾ ഇത്രയും കുട്ടികളുടെ ശാരീരിക പിതാവാവുക സാധ്യമല്ല. ഇത് ആത്മീയ പിതാവാണ്. ആ ഒന്നിന് അനേകം കുട്ടികളുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ടേപ്പിലുള്ള മുരളി തുടങ്ങിയ സാമഗ്രികൾ. കുട്ടികൾക്കറിയാം, ഇപ്പോൾ നമ്മൾ സംഗമയുഗത്തിൽ ഇരിക്കുന്നു, പുരുഷോത്തമൻ ആകുന്നതിന് വേണ്ടി. ഇതും സന്തോഷത്തിൻ്റെ കാര്യമാണ്. ബാബ തന്നെയാണ് പുരുഷോത്തമനാക്കുന്നത്. ഈ ലക്ഷ്മി നാരായണന്മാർ പുരുഷോത്തമനാണല്ലോ. ഈ സൃഷ്ടിയിൽ തന്നെയാണ് ഉത്തമ പുരുഷനും മധ്യമവും കനിഷ്ഠവും, അതായത് താഴ്ന്നവരും ഉള്ളത്. ആദിയിൽ ഉത്തമമാണ്, ഇടയിൽ മധ്യമം, അന്തിമത്തിൽ കനിഷ്ഠമാണ്. ഓരോ വസ്തുവും ആദ്യം പുതിയത്, ഉത്തമം, പിന്നീട് മധ്യമത്തിൽ, പിന്നീട് കനിഷ്ഠം, അതായത് പഴയതാകുന്നു. ലോകവും ഇങ്ങനെയാണ്. അപ്പോൾ ഏതെല്ലാം കാര്യങ്ങളിലാണ് മനുഷ്യർക്ക് സംശയം വരുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കണം. കൂടുതലും ബ്രഹ്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഇദ്ദേഹത്തെ എന്തിനാണ് ഇരുത്തിയിരിക്കുന്നത്? അപ്പോൾ അവരെ വൃക്ഷത്തിൻ്റെ ചിത്രത്തിലേക്ക് കൊണ്ടുപോകണം. നോക്കൂ, താഴെയും തപസ്യ ചെയ്തുകൊണ്ടിരിക്കുന്നു, മുകളിൽ പൂർണ്ണമായും അന്തിമത്തിൽ, വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മത്തിൽ നിൽക്കുന്നു. ബാബ പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്ന വളരെ ബുദ്ധിശാലികളെ ആവശ്യമാണ്. ബുദ്ധിയില്ലാത്ത ഒരാളെങ്കിലും വന്നുവെങ്കിൽ എല്ലാ BKസിൻ്റെയും പേര് ചീത്തയാകുന്നു. പൂർണ്ണമായും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ അറിയില്ല. കംപ്ലീറ്റ് പാസ്സാകുന്നത് അന്തിമത്തിൽ തന്നെയാണ്. ഈ സമയം ആരും 16 കല സമ്പൂർണമാവുക സാധ്യമല്ല. എന്നാൽ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൽ തീർച്ചയായും നമ്പർ വാറാകുന്നു. പരംപിത പരമാത്മാവിനോട് പ്രീതിയില്ല എങ്കിൽ വിപരീത ബുദ്ധിയായില്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ആരാണോ പ്രീത ബുദ്ധി അവർ വിജയന്തി, ആരാണോ വിപരീത ബുദ്ധി അവർ വിനശന്തിയാകുന്നു. ഈ കാര്യത്തിൽ പല മനുഷ്യരും പിണങ്ങുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ആരോപിക്കുന്നു. കലഹ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിൽ സമയം വൈകിക്കുന്നില്ല. ആർക്കെങ്കിലും എന്ത് ചെയ്യുവാൻ സാധിക്കും? ചിലപ്പോൾ ചിത്രങ്ങളെ കത്തിക്കുന്നതിലും വൈകില്ല. ബാബ നിർദ്ദേശവും നൽകുന്നു, ചിത്രങ്ങളെ ഇൻഷുർ ചെയ്യൂ. കുട്ടികളുടെ അവസ്ഥയെയും ബാബ അറിയുന്നു. ക്രിമിനൽ ഐനെ കുറിച്ചും ബാബ ദിവസവും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. എഴുതുന്നു, ബാബ, താങ്കൾ എന്താണോ ക്രിമിനൽ ഐനെ കുറിച്ച് മനസ്സിലാക്കിച്ചു തന്നത്, ഈ പറഞ്ഞത് തികച്ചും ശരിയാണ്. ഈ ലോകം തമോ പ്രധാനമാണല്ലോ. ദിനം പ്രതിദിനം തമോ പ്രധാനമായിക്കൊണ്ടിരിക്കുന്നു. അവർ മനസ്സിലാക്കുന്നു, കലിയുഗം ഇപ്പോൾ കാൽമുട്ടിൽ ഇഴയുകയാണ്. അജ്ഞാന നിദ്രയിൽ പൂർണ്ണമായും ഉറങ്ങിക്കിടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുമുണ്ട്, ഇത് മഹാഭാരത യുദ്ധത്തിൻ്റെ സമയമാണ്. അപ്പോൾ തീർച്ചയായും ഭഗവാൻ ഏതെങ്കിലും രൂപത്തിൽ ഉണ്ടാകും.
രൂപമാണെങ്കിൽ പറയുന്നില്ല. ആ ഒന്നിന് തീർച്ചയായും ആരിലെങ്കിലും പ്രവേശിക്കേണ്ടതുണ്ട്. ഭാഗ്യശാലി രഥം എന്ന് പാടപ്പെടുന്നു. ആത്മാവിന് തൻ്റെതായ രഥം ഉണ്ടാകുമല്ലോ, അതിൽ വന്ന് പ്രവേശിക്കും. അതിനെ ഭാഗ്യശാലി രഥം എന്നും പറയുന്നു. പിന്നെ ആ ഒന്ന് ജന്മമെടുക്കുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ അരികിൽ ഇരുന്ന് ജ്ഞാനം നൽകുന്നു. എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. ത്രിമൂർത്തി ചിത്രവുമുണ്ട്. ത്രിമൂർത്തി എന്ന് ബ്രഹ്മ, വിഷ്ണു, ശങ്കരനെ പറയും. തീർച്ചയായും ഇവർ എന്തെങ്കിലും ചെയ്തു പോയവരാണ്. പിന്നെ വഴികൾക്കും കെട്ടിടങ്ങൾക്കും ത്രിമൂർത്തി എന്ന നാമം വെച്ചിരിക്കുന്നു. ഈ റോഡിന് സുഭാഷ് മാർഗ് എന്ന പേര് കൊടുത്തിരിക്കുന്നത് പോലെ സുഭാഷിന്റെ ഹിസ്റ്ററി എല്ലാവരും അറിയുന്നു. അവരെക്കുറിച്ച് ഇരുന്ന് ഹിസ്റ്ററി എഴുതുന്നു. പിന്നീട് അത് ഉണ്ടാക്കി വലുതാക്കുകയും ചെയ്യുന്നു. എത്ര വലിപ്പത്തരമാണ് ഇരുന്ന് എഴുതുന്നത്. ഏതുപോലെ ഗുരു നാനാക്കിന്റെ പുസ്തകം എത്ര വലുതാക്കി ഉണ്ടാക്കി. ഇത്രയും അദ്ദേഹം എഴുതിയിട്ടില്ല. ജ്ഞാനത്തിന് പകരം ഭക്തിയിലെ കാര്യങ്ങൾ ഇരുന്ന് എഴുതിയിരിക്കുന്നു. ഈ ചിത്രങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഇത് അറിയുന്നുണ്ട്. ഈ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം കാണപ്പെടുന്നുവോ ഇവയെല്ലാം ഭസ്മമായി പോകേണ്ടതുണ്ട്. ബാക്കി ആത്മാവിനാകട്ടെ ഇവിടെ ഇരിക്കുവാൻ സാധിക്കില്ല. തീർച്ചയായും വീട്ടിലേക്ക് പോകും. ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ എല്ലാവരുടെയും ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. അഥവാ ധാരണ ഉണ്ടാകുന്നുവെങ്കിൽ ക്ലാസ് എന്തുകൊണ്ട് നടത്തുന്നില്ല? 7-8 വർഷമായിട്ടും ക്ലാസ് നടത്തിക്കാൻ കഴിയുന്ന ഇങ്ങനെ ആരും തയ്യാറാകുന്നില്ല. വളരെയധികം സ്ഥാനങ്ങളിൽ ഇങ്ങനെ നടത്തിക്കുന്നുമുണ്ട്. എങ്കിലും മനസ്സിലാക്കുന്നു, മാതാക്കളുടെ പദവി ഉയർന്നതാണ്. ചിത്രങ്ങൾ ധാരാളമുണ്ട്. പിന്നെ മുരളി ധാരണ ചെയ്ത് അതിനെക്കുറിച്ച് അല്പം മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. ഇതാർക്കും ചെയ്യുവാൻ സാധിക്കും. വളരെ സഹജമാണ്. പിന്നെ അറിയില്ല എന്തുകൊണ്ടാണ് ബ്രാഹ്മണിയെ ചോദിക്കുന്നത് എന്ന്. ബ്രാഹ്മണി എവിടെയെങ്കിലും പോയെങ്കിൽ പിണങ്ങിയിരുന്നു കളയുന്നു. ക്ലാസ്സിൽ വരുന്നില്ല. അന്യോന്യം തർക്കങ്ങൾ ഉണ്ടാകുന്നു. മുരളിയാണെങ്കിൽ ആർക്കും തന്നെ ഇരുന്ന് കേൾപ്പിക്കുവാൻ സാധിക്കുമല്ലോ. ഒഴിവു സമയമില്ല എന്ന് പറയും. ഇതാകട്ടെ തൻ്റെയും മംഗളം ചെയ്യേണ്ടതുണ്ട്, മറ്റുള്ളവരുടെയും മംഗളം ചെയ്യേണ്ടതുണ്ട്. വളരെ ഭാരിച്ച സമ്പാദ്യമാണ്. സത്യമായ സമ്പാദ്യം ചെയ്യിക്കണം. അതിലൂടെ മനുഷ്യർക്ക് വജ്രതുല്യ ജീവിതമുണ്ടാകട്ടെ. സ്വർഗത്തിൽ എല്ലാവരും പോകുമല്ലോ. അവിടെ സദാ സുഖമുള്ളവരായിരിക്കുന്നു. പ്രജയുടെ ആയുസ് കുറഞ്ഞു പോകുന്നില്ല. അങ്ങനെയല്ല, പ്രജയുടെയും ആയുസ് ദീർഘമായിരിക്കും. അതാകട്ടെ അമരലോകമാണ്. ബാക്കി പദവി കുറഞ്ഞും കൂടിയും ഇരിക്കും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കിനെ കുറിച്ച് ക്ലാസ് നടത്തേണ്ടതാണ്. നല്ല ബ്രാഹ്മണിയെ വേണം എന്ന് എന്തുകൊണ്ട് പറയുന്നു? പരസ്പരം ക്ലാസ് നടത്തുവാൻ സാധിക്കും. നിലവിളിക്കുവാൻ പാടില്ല. ചിലർക്കൊക്കെ അഹങ്കാരം വന്നു പോകുന്നു. ഈ ചെറിയ ചെറിയ ബാലികമാർ എന്ത് മനസ്സിലാക്കിക്കുവാനാണ്? മായയുടെ വിഘ്നവും വളരെയധികം വരുന്നു. ബുദ്ധിയിൽ ഇരിക്കുന്നതേയില്ല. ബാബയാണെങ്കിൽ ദിവസവും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ശിവ് ബാബയാണെങ്കിൽ മനസ്സിലാക്കിക്കുന്നത് ടോപ്പിക് അനുസരിച്ച് ആയിരിക്കുകയില്ലല്ലോ. ആ ഒന്ന് സാഗരമാണ്. തിരയടിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ കുട്ടികളെ മനസ്സിലാക്കിക്കുന്നു, ചിലപ്പോൾ പുറത്തുള്ളവർക്ക് വേണ്ടി മനസ്സിലാക്കിക്കുന്നു. മുരളിയാണെങ്കിൽ എല്ലാവർക്കും ലഭിക്കുന്നു. അക്ഷരം അറിയില്ലെങ്കിൽ പഠിക്കേണ്ടതാണല്ലോ. തൻ്റെ ഉന്നതിക്ക് വേണ്ടി പുരുഷാർത്ഥം ചെയ്യേണ്ടതാണ്. തൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യണം. ഈ ബാബ, അതായത് ബ്രഹ്മ ബാബയ്ക്കും കേൾപ്പിക്കുവാൻ സാധിക്കുമല്ലോ. പക്ഷേ കുട്ടികളുടെ ബുദ്ധിയോഗം ശിവ് ബാബയുടെ നേർക്ക് ആയിരിക്കണം. അതിനാൽ പറയുന്നു, എപ്പോഴും ശിവ് ബാബയാണ് കേൾപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ശിവ് ബാബയെ തന്നെ ഓർമ്മിക്കൂ.
ശിവബാബ പരംധാമത്തിൽ നിന്നും വന്നിരിക്കുകയാണ്, മുരളി കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബ്രഹ്മാവ് പരംധാമത്തിൽ നിന്നും വന്ന് കേൾപ്പിക്കുകയല്ല. മനസ്സിലാക്കൂ, ശിവബാബ ഈ ശരീരത്തിൽ വന്ന് നമ്മളെ മുരളി കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കേണ്ടതാണ്. യഥാർത്ഥ രീതിയിൽ ഇത് ബുദ്ധിയിൽ ഉണ്ടായിരുന്നാലും ഓർമ്മയുടെ യാത്ര നിലനിൽക്കുമല്ലോ. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോഴും വളരെ പേരുടെ ബുദ്ധിയോഗം ഇവിടെയും അവിടെയും പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് യാത്രയിൽ നല്ല രീതിയിൽ ഇരിക്കുവാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഗ്രാമം ഓർമ്മ വരും, വീടും കുടുംബവും ഓർമ്മ വരും. ബുദ്ധിയിൽ ഇത് ഓർമ്മയുണ്ടായിരിക്കുന്നു. ശിവബാബ നമ്മളെ ഇദ്ദേഹത്തിലിരുന്ന് പഠിപ്പിക്കുന്നു. നമ്മൾ ശിവബാബയുടെ ഓർമ്മയിൽ മുരളി കേൾക്കുകയായിരുന്നു. പിന്നെ ബുദ്ധിയോഗം എവിടെയോ ഓടിപ്പോയി. ഇങ്ങനെ വളരെ പേരുടെ ബുദ്ധിയോഗം പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് യാത്രയിൽ നല്ല രീതിയിൽ ഇരിക്കുവാൻ സാധിക്കും. മനസ്സിലാക്കുന്നുണ്ട്, ശിവബാബ പരംധാമിൽ നിന്നും വന്നിരിക്കുകയാണ്. പുറത്ത് ഗ്രാമങ്ങളിലും മറ്റും കഴിയുമ്പോൾ ഈ ചിന്ത ഉണ്ടായിരിക്കുന്നില്ല. ചിലരൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, ശിവബാബയുടെ മുരളി ഈ കാതുകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ കേൾപ്പിക്കുന്നവന്റെ നാമവും രൂപവും ഓർമ്മയുണ്ടായിരിക്കരുത്. ഈ ജ്ഞാനം മുഴുവൻ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്. ഉള്ളിൽ ചിന്തയുണ്ടായിരിക്കണം. ശിവബാബയുടെ മുരളിയാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്ന സഹോദരി കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ പാടില്ല. ശിവബാബയുടെ മുരളിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതും ഓർമ്മയിലിരിക്കുന്നതിൻ്റെ യുക്തികളാണ്. എത്ര സമയം നമ്മൾ മുരളി കേൾക്കുന്നുവോ അപ്പോൾ ഓർമ്മയിലാണ് എന്നല്ല. അങ്ങനെയല്ല. ബാബ പറയുന്നു, വളരെ പേരുടെ ബുദ്ധി എവിടേക്കോ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. കൃഷി സ്ഥലങ്ങളും മറ്റും ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നു. ബുദ്ധിയോഗം പുറത്തെവിടെയും അലയുവാൻ പാടില്ലാത്തതാണ്. ശിവബാബയെ ഓർമ്മിക്കുന്നതിൽ ഒരു പ്രയാസവുമില്ല. പക്ഷേ മായ ഓർമ്മിക്കുവാൻ അനുവദിക്കുന്നില്ല. മുഴുവൻ സമയവും ശിവബാബയുടെ ഓർമ്മയിലിരിക്കുവാൻ സാധിക്കുന്നില്ല. മറ്റു പല സങ്കല്പങ്ങൾ വന്നു പോകുന്നു. നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ചാണല്ലോ. ആരാണോ വളരെയധികം സമീപത്തുള്ളവർ അവരുടെ ബുദ്ധിയിൽ നല്ല രീതിയിൽ ഇരിക്കും. എല്ലാവരും 8ന്റെ മാലയിൽ വരുക സാധ്യമല്ല. ജ്ഞാനം, യോഗം, ദൈവിക ഗുണങ്ങൾ ഇവയെല്ലാം തന്നിൽ നോക്കണം. നമ്മളിൽ ഏതെങ്കിലും അവഗുണമില്ലല്ലോ. മായയ്ക്ക് വശപ്പെട്ട് ഏതെങ്കിലും വികർമ്മം ഉണ്ടാകുന്നില്ലല്ലോ. ചിലരിലൊക്കെ വളരെയധികം അത്യാർത്തി ഉള്ളവരായി മാറുന്നു. അത്യാർത്തിയുടെയും ഭൂതം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ മായയുടെ പ്രവേശനം ഇങ്ങനെ ഉണ്ടാകും. അവർ വിശപ്പ് വിശപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിച്ച് കഴിച്ച് വയറ് നിറയ്ക്കട്ടെ എന്ന്. ചിലരിൽ കഴിക്കുന്നതിൻ്റെ വളരെ ആസക്തിയുണ്ട്. കഴിക്കുന്നതും നിയമമനുസരിച്ചായിരിക്കണം. അനേകം കുട്ടികളുണ്ട്. ഇപ്പോൾ വളരെയധികം പേർ കുട്ടികളാകാൻ പോകുന്നു. എത്ര പേർ ബ്രാഹ്മണികളാകും? കുട്ടികളോടും പറയുന്നു, നിങ്ങൾ ബ്രാഹ്മണരായിരിക്കൂ. മാതാക്കളെ മുന്നിൽ വയ്ക്കുന്നു. ശിവശക്തി ഭാരത് മാതാവും കി ജയ്. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബയെ ഓർമ്മിക്കൂ. സ്വദർശന ചക്രം തിരിച്ചുകൊണ്ടിരിക്കൂ. സ്വദർശന ചക്രധാരി നിങ്ങൾ ബ്രാഹ്മണരാണ്. ഈ കാര്യങ്ങൾ പുതിയതായി ആരെങ്കിലും വരികയാണെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. നിങ്ങളാണ് സർവോത്തമ ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണ കുലഭൂഷണർ, സ്വദർശന ചക്രധാരി. പുതിയതായി ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ പറയും, സ്വദർശന ചക്രം വിഷ്ണുവിനാണ്. ഇവർ പിന്നെ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അംഗീകരിക്കുകയില്ല. അതിനാൽ പുതിയവരെ സഭയിൽ അലൗ ചെയ്യുന്നില്ല. മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ചിലരാണെങ്കിൽ പിന്നെ പിണങ്ങുന്നു. വരാൻ അനുവദിക്കാത്ത തരത്തിൽ നമ്മൾ അവിവേകികളാണോ?
കാരണം മറ്റു സത്സംഗങ്ങളിലാണെങ്കിൽ ആര് വേണമെങ്കിലും പോകുന്നുണ്ട്. അവിടെയാണെങ്കിൽ ശാസ്ത്രങ്ങളുടെ മാത്രം കാര്യങ്ങളാണ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുവാനുള്ള അവകാശം ഓരോരുത്തർക്കുമുണ്ട്. ഇവിടെയാണെങ്കിൽ സുരക്ഷ വെക്കേണ്ടി വരുന്നു. ഈ ഈശ്വരീയ ജ്ഞാനം ബുദ്ധിയിൽ ഇരിക്കുന്നില്ലെങ്കിൽ പിണങ്ങുന്നു. ചിത്രങ്ങളുടെയും സുരക്ഷ വെക്കേണ്ടി വരും. ഈ ആസുരീയ ലോകത്തിൽ തൻ്റെ ദൈവിക രാജധാനി സ്ഥാപിക്കണം. ഏതുപോലെ ക്രൈസ്റ്റ് വന്നു തൻ്റെ ധർമ്മം സ്ഥാപിക്കുവാനായി, ഈ ബാബ ദൈവിക രാജധാനി സ്ഥാപിക്കുന്നു. ഇതിൽ ഹിംസയുടെ ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് കാമകഠാരയുടെയോ സ്ഥൂലമോ ആയ ഹിംസ ചെയ്യുവാൻ സാധിക്കില്ല. വിസർജ്യത്താൽ മലിനമായ വസ്ത്രം കഴുകുന്നതിനെ കുറിച്ച് പാടുന്നുമുണ്ട്. മനുഷ്യരാണെങ്കിൽ തികച്ചും ഘോര അന്ധകാരത്തിലാണ്. ബാബ വന്ന് ഘോര അന്ധകാരത്തിൽ നിന്നും ഘോര പ്രകാശമുണ്ടാക്കുന്നു. എന്നിട്ടും ചിലരൊക്കെ ബാബ എന്ന് പറഞ്ഞ ശേഷം പിന്നെ മുഖം തിരിക്കുന്നു, പഠനം ഉപേക്ഷിക്കുന്നു. ഭഗവാൻ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നതിനായി പഠിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള പഠനം ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവരെ മഹാവിഡ്ഢി എന്ന് പറയുന്നു. എത്ര ശക്തമായ ഖജനാവാണ് ലഭിക്കുന്നത്! ഇങ്ങനെയുള്ള ബാബയെ ഒരിക്കലും ഉപേക്ഷിക്കുവാൻ പാടില്ലാത്തതാണ്. ഒരു ഗീതവുമുണ്ട്: അങ്ങ് നമ്മളെ സ്നേഹിച്ചാലും തള്ളിക്കളഞ്ഞാലും നമ്മൾ അങ്ങയുടെ വാതിൽ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ബാബ വന്നിരിക്കുകയാണ് പരിധിയില്ലാത്ത ചക്രവർത്തി പദവി നൽകുവാൻ. ഉപേക്ഷിക്കുന്നതിൻ്റെ കാര്യം തന്നെയില്ല. പിന്നെ നല്ല ലക്ഷണങ്ങൾ ധാരണ ചെയ്യേണ്ടതുണ്ട്. സ്ത്രീകളും റിപ്പോർട്ട് എഴുതുന്നു, ഇവർ നമ്മെ വളരെയധികം ശല്യം ചെയ്യുന്നു. ഇക്കാലത്ത് ലോകർ വളരെ വളരെ മോശമാണ്. വളരെ സുരക്ഷ വെക്കേണ്ടതുണ്ട്. സഹോദരന്മാർക്ക് സഹോദരിമാരുടെ സുരക്ഷ വെക്കണം. നമ്മൾ ആത്മാക്കൾക്ക് ഏതൊരു സാഹചര്യത്തിലും ബാബയിൽ നിന്നും സമ്പത്ത് തീർച്ചയായും നേടണം. ബാബയെ ഉപേക്ഷിക്കുന്നതിലൂടെ സമ്പത്ത് സമാപ്തമാകുന്നു. നിശ്ചയബുദ്ധി വിജയന്തി, സംശയബുദ്ധി വിനശന്തി. പിന്നെ പദവി വളരെയധികം കുറഞ്ഞു പോകുന്നു. ജ്ഞാനം ഒരേ ഒരു ജ്ഞാനസാഗരനായ ബാബയ്ക്കാണ് നൽകാൻ സാധിക്കുന്നത്. ബാക്കിയെല്ലാം ഭക്തിയാണ്. ആര് എത്ര തന്നെ സ്വയം ജ്ഞാനിയാണ് എന്ന് മനസ്സിലാക്കിയാലും ബാബ പറയുന്നു, സർവരുടെയും അടുക്കൽ ശാസ്ത്രങ്ങളുടെയും ഭക്തിയുടെയും ജ്ഞാനമാണുള്ളത്. സത്യമായ ജ്ഞാനം എന്ന് എന്തിനെയാണ് പറയുന്നത്? ഇതും മനുഷ്യർ അറിയുന്നില്ല. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ശ്രദ്ധ വയ്ക്കണം. മുരളി കേൾക്കുന്ന സമയം ബുദ്ധിയോഗം പുറത്ത് അലയുന്നില്ലല്ലോ. സദാ സ്മൃതി ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ശിവ് ബാബയുടെ മഹാവാക്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതും ഓർമ്മയുടെ യാത്രയാണ്. സ്വയം തന്നെ നോക്കണം. നമ്മളിൽ ജ്ഞാനവും യോഗവും ദൈവിക ഗുണങ്ങളുമുണ്ടോ? അത്യാർത്ഥിയുടെ ഭൂതം ഇല്ലല്ലോ. മായയ്ക്ക് വശപ്പെട്ട് ഏതെങ്കിലും വികർമ്മം ഉണ്ടാകുന്നില്ലല്ലോ. വരദാനം. നിമിത്തഭാവത്തിൻ്റെ സ്മൃതിയിലൂടെ ചഞ്ചലതകളെ സമാപ്തമാക്കുന്ന സദാ അചഞ്ചലവും ഇളകാത്തവരുമായി ഭവിക്കട്ടെ. നിമിത്തഭാവത്തിലൂടെ അനേകം പ്രകാരത്തിലുള്ള ഞാൻ എന്ന ഭാവവും എൻ്റേത് എന്ന ഭാവവും സഹജമായി തന്നെ ഇല്ലാതാകുന്നു. ഈ സ്മൃതി സർവപ്രകാരത്തിലുമുള്ള ചഞ്ചലതകളിൽ നിന്നും മോചിപ്പിച്ച് അചഞ്ചലവും ഇളകാത്തതുമായ സ്ഥിതിയുടെ അനുഭവം ഉണ്ടാക്കിക്കുന്നു. സേവനത്തിലും പ്രയത്നിക്കേണ്ടി വരുന്നില്ല. കാരണം നിമിത്തമാകുന്നവരുടെ ബുദ്ധിയിൽ സദാ ഓർമ്മയുണ്ടായിരിക്കും. നമ്മൾ എന്തു ചെയ്യുമോ നമ്മളെ കണ്ട് എല്ലാവരും ചെയ്യും. സേവനത്തിന് നിമിത്തമാവുക എന്നാൽ സ്റ്റേജിൽ വരിക എന്നർത്ഥം.
സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് സ്വതവേ സർവരുടെയും ദൃഷ്ടി പോകുന്നു. അപ്പോൾ ഈ സ്മൃതിയും സേഫ്റ്റിയുടെ ഉപാധിയായി മാറുന്നു. സ്ലോഗൻ: സർവ കാര്യങ്ങളിൽ നിന്നും വേറിട്ടവരാകൂ. അപ്പോൾ പരമാത്മാ പിതാവിൻ്റെ ആശ്രയത്തിൻ്റെ അനുഭവം ഉണ്ടാകും. അവ്യക്ത സൂചന: സഹജയോഗി ആകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ. വർത്തമാന സമയത്ത് അലയുന്ന ആത്മാക്കൾക്ക് ഒന്നാമതായി ശാന്തി ആവശ്യമാണ്. രണ്ടാമതായി ആത്മീയ സ്നേഹം ആവശ്യമാണ്. സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും അഭാവം തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. അതിനാൽ ഏതൊരു പ്രോഗ്രാം ചെയ്താലും അതിൽ ആദ്യം ബാബയുടെ സംബന്ധത്തിൻ്റെ സ്നേഹത്തിൻ്റെ മഹിമ ചെയ്യൂ. പിന്നെ ആ സ്നേഹത്താൽ ആത്മാക്കളുടെ സംബന്ധം യോജിപ്പിച്ച ശേഷം ശാന്തിയുടെ അനുഭവം ഉണ്ടാക്കിക്കൂ. സ്നേഹസ്വരൂപവും ശാന്തസ്വരൂപവും രണ്ടിൻ്റെയും ബാലൻസ് ഉണ്ടായിരിക്കണം. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. സ്നേഹത്തിൻ്റെ സാഗരമായ ശിവബാബയുടെ സ്നേഹത്തിൻ്റെ അലകൾ എൻ്റെ മനസ്സിനെ സ്പർശിക്കുന്നു. ബാബയുടെ ഈ പവിത്ര സ്നേഹത്തിൻ്റെ ആകർഷണം എന്നെ ഒരു സെക്കൻഡിൽ ബ്രഹ്മലോക നിവാസിയാക്കുന്നു. സർവത്ര ശാന്തത നിറഞ്ഞ സ്വർണ്ണ ചുവപ്പ് പ്രകാശം നിറഞ്ഞ ഈ ദിവ്യലോകത്തിൽ ഞാൻ ശിവബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്നു. മധുരമായ ഡ്രാമയിലെ ഈ മധുരമായ അലൗകിക മിലനത്തിൻ്റെ സുഖം ഞാൻ അനുഭവിക്കുന്നു. പരമധാമത്തിലെ ഈ മഹാജ്യോതിയിൽ എൻ്റെ മനസ്സും ബുദ്ധിയും സ്ഥിരമാകുമ്പോൾ ഈശ്വരീയ പ്രാപ്തികളുടെ വിശേഷ അനുഭവം എനിക്കുണ്ടാകുന്നു. ശാന്തിയുടെ ശക്തി എന്നിൽ നിറയുന്നു. സന്തോഷത്തിൻ്റെ ഖജനാവ് എന്നിൽ നിറയുന്നു. സർവ ഗുണങ്ങളുടെയും സമ്പന്നത എന്നിൽ വന്നു ചേരുന്നു. പരമാത്മാ സ്നേഹത്തിൻ്റെ ദിവ്യ കിരണങ്ങൾ എന്നിൽ നവോന്മേഷവും നവോത്സാഹവും നിറയ്ക്കുന്നു. ഈശ്വരീയ പ്രാപ്തികളുടെ ഈ ദിവ്യ അനുഭവത്തിൽ ഞാൻ മഗ്നമാകുന്നു. ഈ സമ്പന്ന അവസ്ഥയിൽ ഞാൻ എൻ്റെ തപസ്വി രൂപം ധാരണ ചെയ്യുന്നു. ഈ തപസ്വി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് വിശ്വത്തിലെ ആത്മാക്കൾക്ക് ഈശ്വരീയ പ്രാപ്തികളുടെ കിരണങ്ങൾ വ്യാപിപ്പിക്കുന്നു. ഈ തപസ്വി സ്വരൂപത്തിൻ്റെ
ആത്മീയ ജ്വാല വിശ്വത്തിലെ ആത്മാക്കളെ ദുഃഖത്തിൽ നിന്നും അശാന്തിയിൽ നിന്നും മുക്തമാക്കുന്നു. അവരിലും ഈശ്വരീയ സ്നേഹത്തിൻ്റെയും ശാന്തിയുടെ, ശക്തിയുടെയും സന്തോഷത്തിൻ്റെയും ഖജനാവുകൾ നിറയ്ക്കുന്നു.